ഇതുമാർ ഏറ്റവും ഒടുവിൽ വന്ന പോളിംഗ് ശതമാനം 4.4 പോളിംഗ് ശതമാനം, അതിനുശേഷം പോളിംഗ് ശതമാനം വന്നിട്ടില്ല. അത് 58.52 ഏതാണ്ട് 60 കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ഉറപ്പായും 4.4 കഴിഞ്ഞിട്ട് 5 മണി കഴിയുമ്പോൾ ഉറപ്പായും 60 കഴിഞ്ഞിട്ടുണ്ടാവണം. എന്തായാലും ഏറ്റവും ഒടുവിൽ വന്ന പോളിംഗ് ശതമാനം അധികാരി പറഞ്ഞാൽ തിരുവനന്തപുരം 56.55, ആറ്റിങ്ങൽ 59.55, കൊല്ലം 56.74, പത്തനംതിട്ട 55.55, മാവേലിക്കര 56.58, ആലപ്പുഴ 61.55, കോട്ടയം 57.04, ഇടുക്കി 56.33, എറണാകുളം 57.34, ചാലക്കുടി 60.59, തൃശൂർ 59.75, പാലക്കാട് 60.41, ആലത്തൂർ 59.51, പൊന്നാനി 53.97, മലപ്പുറം 57.34%, കോഴിക്കോട് 59.12%, വയനാട് 60.30, വടകര 58.96, കണ്ണൂർ 61.85, കാസർഗോഡ് 60.90. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പുതിയ കണക്ക് വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് 60% കടന്നു. 60.23, അത് 5-5 വന്ന കണക്കാണ്. അതനുസരിച്ച് തിരുവനന്തപുരത്ത് 58.24, ആറ്റിങ്ങലിൽ 61.24, കൊല്ലം 58.46, പത്തനംതിട്ട 56.90, മാവേലിക്കര 58.33, ആലപ്പുഴ 63.35, കോട്ടയം 58.48, ഇടുക്കി 58.33, എറണാകുളം 59.08, ചാലക്കുടി 62.32, തൃശൂർ 61.34, പാലക്കാട് 61.91, ആലത്തൂർ 61.08, പൊന്നാനി 55.69, മലപ്പുറം 59.12, കോഴിക്കോട് 60.88, വയനാട് 62.14, വടകര 61.13, കണ്ണൂർ 63.72, കാസർഗോഡ് 62.68. ഇതാണ് ഏറ്റവും ഒടുവിൽ വന്ന ഔദ്യോഗിക കണക്ക്. ഏറ്റവും കൂടുതൽ കണ്ണൂരാണ്, ഏറ്റവും കുറവ് പൊന്നാനിയിൽ തുടരുകയാണ് ഇപ്പോഴും. വിജയകുമാർ ഫാസി എന്നൊരു പ്രേക്ഷകനൊക്കെ കമന്റ് വായിച്ചു തുടങ്ങാൻ തോന്നുന്നു. 3.5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് വോട്ട് ചെയ്തത്. 6 മണിക്കുള്ളിലൊന്നും വോട്ട് ചെയ്ത് തീരില്ല, അത്രയും തിരക്കുണ്ട്. പറയുന്നത് പൊന്നാനി മണ്ഡലത്തെ ആലങ്കോട് പഞ്ചായത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ബൂത്തുകളിലും ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമാണ്. സാധാരണഗതിയിൽ നട്ടുച്ചയ്ക്കൊന്നും ബൂത്തുകളിൽ തിരക്കുണ്ടാവില്ല. ഞാൻ വോട്ട് ചെയ്യാൻ പോയ ഈ ചാലക്കുടി മണ്ഡലത്തിലെ ബൂത്തിൽ ഞാൻ 1 മണിക്കൂറിലധികം ക്യൂ നിന്നിട്ടാണ് നിൽക്കുന്നത്. സാധാരണ അവിടെ ആ സമയത്തൊക്കെ 2-3 പേരെ ഉണ്ടാവും. ഇത്തവണ 100 കണക്കിനെന്ന് പറയാവുന്ന ആളുകൾ അവിടെ ഒട്ടുമിക്ക എല്ലാ ബൂത്തിലും അവസ്ഥ അതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ 6 മണിക്ക് ഇനിയിപ്പോ പോളിംഗ് ദിനം 1 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാലും 6 മണിക്ക് പോളിംഗ് അവസാനിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ 6 മണിക്ക് പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുള്ള എല്ലാ മനുഷ്യർക്കും കൂപ്പൺ കൊടുത്ത് അതിൽ പക്ഷേ 7 മണി വരെയോ 8 മണി വരെയോ ഒക്കെ നീളാനുള്ള സാഹചര്യം നിലവിലുണ്ട്. അപ്പൊ നമുക്ക് കാസർഗോഡ് ഒന്ന് തുടങ്ങാം. കാസർഗോഡ് കണക്ക് ഇപ്പോൾ 62.68. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ് നിന്ന്. അരുൺ, വേഗത്തിൽ എന്താണ് കാസർഗോഡ് പുതിയ സാഹചര്യം? വോട്ടർമാരുടെ നീണ്ട നിര 6 മണി കഴിഞ്ഞും കാസർഗോഡ് മണ്ഡലത്തിലെ ബൂത്തുകളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പല്ലേ? ബിജുമാർ, ഹാഷ്മി, കാസർഗോഡ് മണ്ഡലത്തിൽ വോട്ടർമാരുടെ നീണ്ട നിര ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. കാഞ്ഞങ്ങാട്, ഈ തൃക്കരിപ്പൂർ, പയ്യന്നൂർ ഭാഗങ്ങളിലൊക്കെ തന്നെ നല്ല നിര, വോട്ടർമാരുടെ തിരക്ക് അനുഭവപ്പെടുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ചെർക്കളയിലാണ്. ചെർക്കള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അല്പസമയം മുൻപ് ഇവിടെ ഒരു ചെറിയ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. ഇവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടാകുന്ന അവസ്ഥ. അതായത് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള സ്ഥലമാണ്. ഈ പ്രദേശത്തെ LDFിൻ്റെ ബൂത്ത് ഏജന്റിനെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ലീഗ് പ്രവർത്തകർ ശ്രമിച്ചു. അത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ കൈരളി TVയുടെയും മാതൃഭൂമി TVയുടെയും റിപ്പോർട്ടർമാർക്ക് നേരെയും ക്യാമറമാർക്ക് നേരെയുമാണ് ഈ സംഘർഷമുണ്ടായത്. അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ടായി. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ തിരക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. മഞ്ചേശ്വരം, കാസർഗോഡ് മേഖലകളിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം ആയിട്ടില്ല. പക്ഷേ ഇടത് കോട്ടകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം വർദ്ധിച്ചു വരുന്നു. ഏറ്റവും കൂടുതൽ പയ്യന്നൂരാണ്. തൊട്ടുപുറകിൽ കല്യാശ്ശേരി, തൃക്കരിപ്പൂർ തുടങ്ങിയ മണ്ഡലങ്ങളുണ്ട്. എന്തായാലും ഇനി 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിജയകുമാർ, ഹാഷ്മി. എന്തായാലും ചെറിയ അലോസരങ്ങൾ, ചെറിയ ഉന്തും തള്ളും, ചെറിയ സംഘർഷ സാഹചര്യങ്ങൾ, EVM തകരാറിലാവൽ, വോട്ടെടുപ്പ് വൈകുന്നുവെന്ന ആരോപണം, വോട്ട് മന്ദഗതിയിലാവൽ, പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവൊക്കെ ആദ്യം മുതൽ തന്നെ കേൾക്കുന്നുണ്ടെങ്കിലും അത് വലിയ തോതിൽ പോളിംഗ് ശതമാനത്തെ ബാധിക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇതുവരെയുള്ള ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്തത് കണ്ണൂരാണ്, ഏറ്റവും കൂടുതൽ പൊന്നാനി. ഉച്ചവെയിലിന്റെ കാഠിന്യം പോളിംഗ് ബൂത്തിലേക്കുള്ള വോട്ടർമാരുടെ ഒഴുക്കിനെ ബാധിച്ചെങ്കിലും അവസാന മണിക്കൂറിൽ പറയുന്ന പോലെ കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുകയാണ്. പലയിടത്തും EVMന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ വോട്ടെടുപ്പിനെ ബാധിക്കുന്നുണ്ട്. പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമാണ്. അപ്പോൾ ഈ പോളിംഗ് ശതമാനം ഇപ്പം 60% കടന്നിട്ട് മാത്രമേ ഉള്ളൂ. 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ ആദ്യമുള്ള പ്രതീക്ഷ 80-ന് മുകളിലേക്ക് പോകുമെന്ന പ്രതീക്ഷ സാധൂകരിക്കുമോ എന്നത് വേണം കരുതാൻ. നമുക്ക് ആറ്റിങ്ങലിലേക്ക് പോകാൻ 61.24 അവിടുത്തെ പെർസെൻറ്റേജ്. MG പ്രതീക്ഷയാണ് ആറ്റിങ്ങലിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. പ്രതീക്ഷ, എന്താണ് ആറ്റിങ്ങലിലെ സാഹചര്യം? രാവിലെ മുതൽ ഏതാണ്ട് ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്ത് തുടങ്ങിയ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആ ട്രെൻഡ് ഇപ്പോഴും രാവിലെ ഒരു 6 മണി മുതൽ തന്നെ വോട്ടർമാരുടെ ക്യൂ കണ്ടു തുടങ്ങിയതാണ്. ആ ക്യൂ ഇപ്പോഴും തുടരുകയാണോ? അത് അങ്ങനെ വേണം കരുതാൻ. സ്റ്റേറ്റ് ആവറേജിന് മുകളിലാണ് ആറ്റിങ്ങലിലെ പെർസെൻറ്റേജ്. പ്രതീക്ഷ തുടരാം.
ഹാഷ്മി വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോളിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂർ മുതൽ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വലിയ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ ആളുകളുടെ നീണ്ട നിര ഉണ്ടായിരുന്നു. രാവിലെ തന്നെ വലിയൊരു ശതമാനം ആളുകൾ സമ്മതിദാന അവകാശം നിറവേറ്റിയിരുന്നു. ഈ ഉച്ച സമയത്ത് പോളിംഗ് ശതമാനത്തിൽ ചെറിയൊരു മന്ദഗതി ഉണ്ടായതൊഴിച്ചാൽ ആറ്റിങ്ങലിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മികച്ച പോളിംഗ് ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ഭാഗമായ മലയോര മേഖലയായ ആര്യനാടാണ്. ഈ നേരത്തെ രാവിലെ തന്നെ ഈ സ്ഥലങ്ങളിൽ, ഈ ബൂത്തുകളിലൊക്കെ തന്നെ വലിയ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇനി ഈ വോട്ട് ഇടാൻ 1 മണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത്. ഇനി കുറച്ച് ആളുകൾ മാത്രമേ നിലവിൽ ഈ ബൂത്തുകളിലുള്ളൂ. നേരത്തെ തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ വോട്ടിടാൻ എത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മറ്റ് ഇടങ്ങളിലും വലിയ തരത്തിലൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് ഈ മണിക്കൂറിൽ പറയാൻ കഴിയുന്ന കാര്യം. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നത്. അരുവിക്കര മണ്ഡലത്തിന്റെ ഭാഗമായ ഒരു പോളിംഗ് ബൂത്താണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ നിലവിൽ ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. അത് നേരത്തെ തന്നെ ഈ ആളുകൾ എത്തി വോട്ട് ചെയ്ത് മടങ്ങി എന്നതാണ് നമുക്ക് ഇവിടെ ചോദിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. ഈ മാത്രമല്ല, ഈ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് തുടങ്ങിയ സമയം മുതൽ തന്നെ ആറ്റിങ്ങലിൽ വലിയ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 74.48 ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിന്റെ പോളിംഗ് ശതമാനം. ഇത്തവണ ഇത് ഉയരുമെന്നൊരു പ്രതീക്ഷയാണ് 3 മുന്നണികളും പ്രകടമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ടിംഗ് ശതമാനം ഉയർന്നാൽ അത് ഓരോരുത്തരും തങ്ങൾക്ക് അത് നേട്ടമുണ്ടാക്കുമെന്ന ഒരു പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോഴും പലയിടങ്ങളിലും പോളിംഗ് ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആകെ പോളിംഗ് 62% കടക്കുന്നു എന്നതാണ് ഈ മണിക്കൂറുകളിൽ പറയാൻ കഴിയുന്ന കാര്യം. നേരത്തെ പറയുന്ന ആറ്റിങ്ങൽ തുടക്കം മുതൽ തന്നെ നല്ല രീതിയിൽ പോളിംഗ് രേഖപ്പെടുന്ന ഒരു മണ്ഡലം.